ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് ഹരീഷ് റാണ. ഹരീഷ് റാണ എന്ന വ്യക്തിക്ക് 13 വർഷമായിട്ട് കോമയിലായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ആദ്യമായി പാസീവ് യൂത്തനേഷ്യയ്ക്ക് സുപ്രീം കോടതി അനുമതി നൽകി. ഈ ഒരു വാർത്തയാണ് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 2 വാക്കുകളാണ് പാസീവ് യൂത്തനേസിയയും ആക്റ്റീവ് യൂത്തനേസിയയും. ഇതെന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എന്താണ് പാസീവ് യൂത്തനേസിയ? ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയാത്ത അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ജീവൻ നിലനിർത്തുന്ന ചികിത്സയോ ജീവരക്ഷാ ഉപകരണങ്ങളോ, ഫോർ എക്സാമ്പിൾ വെന്റിലേറ്റർ, ഫീഡിംഗ് ട്യൂബ്, പിൻവലിച്ച് സ്വാഭാവിക മരണത്തിന് അനുവദിക്കുന്ന രീതിയാണ് നിഷ്ക്രിയ ദയാവധം, പാസീവ് യൂത്തനേസിയ. 2018 സുപ്രീം കോടതി കർശന ഉപാധികളോടെ ഇത് ഇന്ത്യയിൽ നിയമവിധേയമാക്കിയിട്ടുണ്ട്. ജീവശവമായി മാറിയ രോഗിക്ക് ചികിത്സ നിഷേധിക്കുകയോ ചികിത്സ പിൻവലിക്കുകയോ ആണ് ചെയ്യുന്നത്. ഇത് നേരിട്ടുള്ള കൊലപാതകമല്ല, മറിച്ച് സ്വാഭാവിക മരണം സംഭവിക്കാൻ അനുവദിക്കുന്നതാണ്. 2018 മാർച്ച് 9 സുപ്രീം കോടതി അരുണ ഷാൻബാഗ് കേസ് വിധിയിലൂടെ ഇത് അനുവദിച്ചു. 2026 മാർച്ചിൽ ഹരീഷ് റാണ എന്ന വ്യക്തിക്ക് 13 വർഷമായി കോമയിലായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ആദ്യമായി പാസീവ് യൂത്തനേസിയയ്ക്ക് സുപ്രീം കോടതി അനുമതി നൽകി. മരുന്ന് നൽകി മനഃപൂർവ്വം മരണം നടപ്പാക്കുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. ഇതിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. രോഗിക്ക് ബോധമില്ലാത്ത അവസ്ഥയോ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയോ ആയിരിക്കണം. ചികിത്സിക്കുന്ന ഡോക്ടറുടെയും ഒരു വിദഗ്ധ മെഡിക്കൽ ബോർഡിൻ്റെയും ശുപാർശ വേണം. ബന്ധുക്കളുടെ സമ്മതവും കോടതിയുടെ മേൽനോട്ടവും ആവശ്യമായി വരും. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ആക്റ്റീവ് യൂത്തനേസിയ അഥവാ സജീവ ദയാവധം. എന്നാൽ മാരക രോഗം ബാധിച്ച ഒരാളുടെ ജീവൻ മരുന്നോ കുത്തിവയ്പ്പോ ഉപയോഗിച്ച് ഡോക്ടർമാർ നേരിട്ട് വേഗത്തിലാക്കുന്ന രീതിയാണ് ഇത്. വേദനയിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും മോചനം നൽകാനാണ് ഇത് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആക്റ്റീവ് യൂത്തനേസിയ എന്നത് മരണത്തിന് കാരണമാകുന്ന മരുന്ന് നേരിട്ട് നൽകി ഒരാളുടെ ജീവൻ അവസാനിപ്പിക്കുന്ന രീതിയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പാസീവ് യൂത്തനേസിയയിൽ ചികിത്സ നിർത്തിവെച്ച് മരണം സ്വാഭാവികമായി നടക്കാൻ അനുവദിക്കുമ്പോൾ ആക്റ്റീവ് യൂത്തനേസിയയിൽ ജീവൻ അവസാനിപ്പിക്കാൻ നേരിട്ട് നടപടിയെടുക്കുന്നു. അപ്പോഴെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്